So next is for loop in Python. It's also a loop statement used in Python. Like other programming language, for loops in Python is slightly different. Just like in C, the syntax of C, for loop is for I is equal to 0, I less than and I plus plus. ഈ രീതിയിലാണ് നമ്മൾ സി ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് പൈത്തൺ ഫോർ ഇൻ എൻ ഈ ഒരു ഫോമാറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പൈത്തണിനകത്ത് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ പൈത്തണിൻ്റെ വേരിയബിൾ ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫൈൻ ചെയ്യുന്നുണ്ട്, ഇനിഷ്യലൈസ് ചെയ്യുന്നുണ്ട്, കണ്ടീഷൻ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അതിൻ്റെ മോഡിഫിക്കേഷൻസ് ഉണ്ട്. ഇങ്ങനെ സി ലാംഗ്വേജിൽ ചെയ്യുന്നത്. ബട്ട് in the case of Python we are using for, in and a variable. They can be used to iterate over a sequence of a list, string, tuple, set, array, data frame. Actually in Python for loop is better to use with data type list, string, tuple, set, array and data frame. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ എന്ത് ബെറ്റർ എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്തുള്ള എല്ലാ വേരിയബിൾസും യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് പൈത്തണിനകത്ത് ഫോർ ലൂപ്പ് ആക്ച്വലി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് യൂസേജ് ഉണ്ട്, പക്ഷേ അത് ബാക്കിയുള്ള ലാംഗ്വേജിനകത്ത് സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആണ്. നമുക്കിതിൻ്റെ സിൻടാക്സ് എന്താണെന്ന് നോക്കാം. നമുക്ക് ഗിവൺ ലിസ്റ്റ് ഓഫ് എലമെൻറ്റ്സ് ഫോർ ലൂപ്പ് ക്യാൻ ബി യൂസ് ടു ഇറ്ററേറ്റ് മീൻസ് റിപ്പീറ്റേഷൻ, എത്ര പ്രാവശ്യം ഇറ്ററേറ്റ് ചെയ്യുന്നു എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു over each time in the list and execute it. To iterate over a series of items, for loop use range function. ഇപ്പോൾ range എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. The range function returns new list with number of that specified range based on the length of sequence. ഇങ്ങനെ പറയുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ലത് നമുക്ക് അതിൻ്റെ പ്രാക്ടിക്കൽ സിൻടാക്സ് ഒക്കെ നോക്കുന്ന സമയത്ത് മനസ്സിലാവും. എനിവേ ഫോർ ലൂപ്പ് നമ്മൾ സെയിം ഫങ്ഷൻ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടു പെർഫോം ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പീറ്റഡ് സൈമൾട്ടേനിയസ്ലി ഓ റിപ്പീറ്റഡ്ലി. അതിനാണ് ആക്ച്വലി നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. അതിനൊന്നും ഒരു ഡിഫറൻസും ഇല്ല. ബട്ട് ദി ഫോമാറ്റ് ഓർ ആൻഡ് യൂസേജ് ഓഫ് ദി ഫോർ ലൂപ്പ് ഇൻ പൈത്തൺ ലാംഗ്വേജ് ഈസ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ഇൻ അതർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അതെങ്ങനെയാണ് നോക്കാം നമുക്ക്. While iterating a sequence, you can also use the index elements in sequence of iterate. But the key is first to calculate the length of the list and then iterate over the series within the range of lengths. എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? ഫോർ ലൂപ്പ് പൈത്തണിനകത്ത് നമ്മൾ സീറോ ഇൻഡെക്സ്ഡ് ആണ് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഇംപ്ലിമെൻറ്റിംഗ് ലൂപ്സ്. ടു സ്റ്റാർട്ട് വിത്ത് ലെറ്റ്സ് പ്രിൻറ്റ് എ നമ്പർ റേഞ്ച് ഫ്രം 1 to 10. 1 to 10 വരെയുള്ളൊരു നമ്പർ പ്രിൻറ്റ് ചെയ്യാനൊരു ലൂപ്പ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാനായിരിക്കും. സിൻസ് ഫോർ ലൂപ്പ് ഇൻ പൈത്തൺസ് ആർ സീറോ ഇൻഡെക്സ്ഡ്, യു വിൽ നീഡ് ടു ആഡ് 1 in each iteration, otherwise it will output values 0 to 9. എന്താണെന്ന് പറയാം. ഇതാണ് ആക്ച്വലി അതിൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ഫോർ ഐ. ഇതാണ് ആക്ച്വലി ലൂപ്പ് വേരിയബിൾ. ഐ ഈസ് എ ലൂപ്പ് വേരിയബിൾ that controls the entire loop of 4. ഫോർ ലൂപ്പിനെ കൺട്രോൾ ചെയ്യുന്നത് ഐയുടെ വാല്യൂ യൂസ് ചെയ്തിട്ടാണ്. ഫോർ ഐ ഇൻ റേഞ്ച് 10. റേഞ്ച് ഈസ് അനദർ ഫങ്ഷൻ. റേഞ്ച് മീൻസ് 0 to 10 വരെ, ദറ്റ് ഈസ് അപ് ടു 9, 0 to 9 വരെ. റേഞ്ച് ഓഫ് 10 എന്ന് പറഞ്ഞാൽ ആക്ച്വലി റേഞ്ച് 10 എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്റ്റാർട്ട് കൗണ്ട് ഫ്രം 0 അപ് ടു 9. 10 വരെ എന്ന് പറഞ്ഞാൽ 10 വരെയാണ്, 10 ഇല്ല അതിനകത്ത്. 0 to 10 സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴും എന്തിലായിരിക്കും, 0-ലായിരിക്കും. നമുക്ക് വേണമെങ്കിൽ റേഞ്ച് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റാർട്ടിങ് നമ്പർ സ്പെസിഫൈ ചെയ്യാം, എൻഡിങ് നമ്പർ സ്പെസിഫൈ ചെയ്യാം. ആൻഡ് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത് നോർമലി ഇറ്റ്സ് ഇൻക്രിമെൻറ്റഡ് ബൈ 1 ആണ്. പക്ഷെ നമുക്ക് അതും സ്പെസിഫൈ ചെയ്യാം. ഇൻക്രിമെൻറ്റ് ബൈ 3 ആക്കാം, 2 ആക്കാം, 5 ആക്കാം, എങ്ങനെ വേണമെങ്കിലും ആക്കാം. അപ്പോൾ നോർമൽ പ്രാക്ടീസിനകത്ത് 10 വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് സ്റ്റാർട്ട് ഫ്രം 0 to up to 10, മീൻസ് 0 to 9. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിൻറ്റ് i+1 കൊടുത്തിരിക്കുന്നത്. i+1 എന്ന് പറഞ്ഞാൽ നോർമൽ ഐയുടെ വാല്യൂ 0 ആയിരുന്നു. ഇവിടെ ഇനിഷ്യലി ഇറ്റ് സ്റ്റാർട്ട് ഫ്രം 0, സോ ഇറ്റ് വിൽ പ്രിൻറ്റ് 0 + 1 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇത് നെക്സ്റ്റ് എന്തായിരിക്കും, അഗെയിൻ എന്തിലേക്ക് പോകും,
അടുത്ത വാല്യൂ ആക്സെപ്റ്റ് ചെയ്യും. ഐ പ്ലസ് 1, ദാറ്റ് മീൻസ് 1 + 1 2 ആയിരിക്കും. ഐക്ക് നെക്സ്റ്റ് 2യുടെ വാല്യൂ കിട്ടും, അപ്പോൾ 3 പ്രിൻ്റ് ചെയ്യും. അങ്ങനെ എവിടെ വരെ ചെയ്യും? 10 വരെ. 10 വരെ മീൻസ് 9, വാല്യൂ 9 വരെ. 9 + 1 എന്തായി മാറും? 10 വരെ മാറും. സോ ഇറ്റ് വിൽ പ്രിൻറ്റ് 1 2 3 4 5 അപ് ടു 10. ഔട്ട്പുട്ട് നോക്കാം നമുക്ക്. സോ ഇറ്റ് വിൽ പ്രിൻറ്റ് 1 to 10. ആക്ച്വലി ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ, അതായത് ഐ പ്ലസ് 10 കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഐയുടെ വാല്യൂ എന്ത് ചെയ്യില്ല, 1 ആയിട്ട് വെറും ജസ്റ്റ് 0 ആണെന്നുണ്ടെങ്കിൽ 0 to 9 വരെ എന്ത് ചെയ്യുള്ളൂ? പ്രിൻ്റ് ചെയ്യുള്ളൂ. ഓക്കെ. Let's see, iterate over a string of a word data camp using loop and only print the letter A. ഇതിനകത്ത് ഡാറ്റ ക്യാമ്പിനകത്തുള്ള നമ്പർ ഓഫ് എ അതെന്ത് ചെയ്യണം? പ്രിൻ്റ് ചെയ്യണം. നമ്പർ ഓഫ് എ മീൻസ് എ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന എ എത്ര ഉണ്ടോ അത് പ്രിൻ്റ് ചെയ്യണം. ഫോർ ഐ ഇൻ ഡാറ്റ ക്യാമ്പ്, ദാറ്റ് മീൻസ് ഐ എന്ന് പറഞ്ഞ വേരിയബിൾ ഇൻ ഡാറ്റ ക്യാമ്പ്. ഡാറ്റ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രിങ് വേരിയബിളാണ്. ആ സ്ട്രിങ് വേരിയബിളിനകത്തുള്ള ഡാറ്റ ക്യാമ്പ് എന്ന് പറഞ്ഞ ക്യാരക്ടറിനകത്ത് ഓരോ ക്യാരക്ടറുമാണ് നമ്മളിവിടെ അസ്യൂം ചെയ്തത്. ഇഫ് ഐ ഈക്വൽ ടു എ, അപ്പം ഐ ഫസ്റ്റ് ടൈമിൽ എന്തായിരിക്കും? ഡി ആയി മാറും, നെക്സ്റ്റ് എ ആയിട്ട് മാറും, നെക്സ്റ്റ് ടി ആയിട്ട് മാറും, നെക്സ്റ്റ് അഗൈൻ എ ആയിട്ട് മാറും, സി എ എം പി ആയിട്ട് ഓരോരോ ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആയിട്ട് മാറും. ഫോർ ഐ ഇൻ ഡാറ്റ ക്യാമ്പ്, ഇഫ് ഐ ഈക്വൽ ടു എ പ്രിൻ്റ് ആയി ആണെങ്കിൽ മാത്രം, എ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യുള്ളൂ? പ്രിൻ്റ് ചെയ്യുള്ളൂ. സോ ഔട്ട്പുട്ട് വിൽ ബി ലൈക്ക് ദിസ്. അപ്പോൾ സപ്പോസ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ഇല്ലായിരുന്നെങ്കിലോ, ഇറ്റ് വിൽ പ്രിൻറ്റ് ഡി എ ടി എ സി ഡാറ്റ ക്യാമ്പ് എം പി കണ്ട് പ്രിൻ്റ് ചെയ്യും. ഇങ്ങനെ ഓരോരോ ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആയിട്ട് എന്ത് ചെയ്യും? പ്രിൻ്റ് ചെയ്യും. Let's say you want to define a list of elements and iterate over these elements one by one. ഒരു ലിസ്റ്റ്, നമ്മൾ ലിസ്റ്റ് വേരിയബിൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിഫൈൻ ചെയ്യുന്നു. ആൻഡ് ഫോർ ലൂപ്പ് ഇറ്ററേറ്റ് ഓവർ ദീസ് എലമെൻറ്റ്സ്. ഫോർ ഐ ഇൻ സീക്വൻസ്, സീക്വൻസ് ഓൾറെഡി ഡിഫൈൻ ചെയ്തു. സീക്വൻസ് ഇസ് ഈക്വൽ ടു 1 2 3 8 10 200 ഡാറ്റ ക്യാമ്പ് ട്യൂട്ടോറിയൽ. അപ്പം ഇത് നമ്പേഴ്സാണ്. ഇതെന്തായി മാറി? സ്ട്രിങ് ആയിട്ട് മാറി. 4 നമ്പേഴ്സും 5 നമ്പേഴ്സും 2 സ്ട്രിങ്. ഫോർ ഐ ഇൻ സീക്വൻസ് പ്രിൻറ്റ് ഐ. അപ്പോൾ ഐ എങ്ങനെ സീക്വൻസ് ചെയ്യുക? ആദ്യം ഐയുടെ വാല്യൂ 1 ആയിരിക്കും, നെക്സ്റ്റ് 2 ആയിരിക്കും, 8 100 200 ഡാറ്റ ക്യാമ്പ് ട്യൂട്ടോറിയൽ. അങ്ങനെ ഓരോരോ ഇതായിട്ട്. ഇവിടെ ക്യാരക്ടറായിട്ട് എടുക്കില്ല, കാരണം ഇതൊരു സ്ട്രിങ് ആണ്. മനസ്സിലായില്ല? ഇത് എൻ്റർ സ്ട്രിങ് ആണ്. അത് വെച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ലിസ്റ്റിനകത്തുള്ള ഓരോരോ എലമെൻറ്റ് ബൈ എലമെൻ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇറ്ററേറ്റ് ചെയ്യുന്നത്. അപ്പം പ്രിൻ്റ് ഐ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഐ പ്രിൻ്റ് ചെയ്യും, 1 പ്രിൻ്റ് ചെയ്യും, നെക്സ്റ്റ് 2 3 8 100 200, പിന്നെ ഡാറ്റ ക്യാമ്പ് ട്യൂട്ടോറിയൽ. ഓരോ എലമെൻറ്റ് ബൈ എലമെൻ്റ് ആയിട്ട് എന്ത് ചെയ്യും? പ്രിൻ്റ് ചെയ്യും. നെക്സ്റ്റ്, if you want to find the length of a list, then iterate over it. നമുക്കൊരു ലിസ്റ്റിൻ്റെ, നമ്മൾ നേരത്തെ കണ്ട ലിസ്റ്റിൻ്റെ സീക്വൻസ് എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റ് നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ ലിസ്റ്റിൻ്റെ എന്ത് ഇവിടെ നമ്മൾ നോക്കാം. അറ്റ് പ്രീവിയസ് വാല്യൂ എടുക്കാം. ഈ ലിസ്റ്റിൻ്റെ ലിസ്റ്റ് അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. ഇതാണ് നമ്മളെ സീക്വൻസ് എന്ന് പറഞ്ഞ ലിസ്റ്റ്. ഇത് മറന്നു പോയത്. ഈ ലിസ്റ്റിനകത്തുള്ള വാല്യൂ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നെക്സ്റ്റ് പ്രോഗ്രാം പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഫോർ ഐ ഇൻ റേഞ്ച് ലെങ്ത് ഓഫ് സീക്വൻസ്. സീക്വൻസ് എന്തായിരുന്നു? അതിൻ്റെ ലെങ്ത് എന്തായിരുന്നു? സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്ര
എലമെൻറ്റ്സ് ഉണ്ട് എന്നുള്ളത്. ഫസ്റ്റ് ഒരു എലമെൻറ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, സെവൻത്ത്, 7 എലമെൻറ്റ്സ് ആണുള്ളത്. അപ്പോൾ അതിനകത്ത് എന്താ ചെയ്യുന്നത്? ഫോർ ഐ ഇൻ റേഞ്ച് എന്താണ്? ലെങ്ത് ഓഫ് സീക്വൻസ് 7 ആണ്. അപ്പോൾ 7 കിട്ടും. അപ്പം ഐ ഇൻ റേഞ്ച് 7. അപ്പം 0, 1 അപ് ടു എവിടെ വരെ? 6 വരെ. പ്രിൻറ്റ് സീക്വൻസ് ഓഫ് ഐ ആണ്. പ്രിൻറ്റ് സീക്വൻസ് എന്നല്ല, പ്രിൻറ്റ് ഐ എന്നല്ല പറയുന്നത്. എന്താ പറയുന്നത്? പ്രിൻറ്റ് സീക്വൻസ് ഓഫ് ഐ. അപ്പോൾ സീക്വൻസ് ഓഫ് ഐ എന്ന് പറഞ്ഞാൽ ഐയുടെ വാല്യൂ എന്താണോ അത് വെച്ചിട്ട് ഇങ്ങനെ ഐ എന്താ ശരിക്കും ഉണ്ടാവുക? ഇവിടെ ജസ്റ്റ് പ്രിൻറ്റ് ഐ എന്ന് പറയുകയാണെങ്കിൽ എന്താ പ്രിൻറ്റ് ചെയ്യുക? ഐയുടെ വാല്യൂ 0, 1, 2 അപ് ടു 6 വരെയാണ്. അപ്പോൾ സീക്വൻസ് ഓഫ് ഐ വരാണെങ്കിൽ ഫസ്റ്റ് എലമെൻറ്റ്, 0th എലമെൻറ്റ്, second element, third element, fourth, fifth, sixth element and last element. ഓക്കെ, അങ്ങനെ ഓരോ 1 by 1 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിൻ്റ് ചെയ്യിക്കാൻ പറ്റും. മനസ്സിലാവുണ്ടോ? നെക്സ്റ്റ് വൺ. ഫോർ ഐ ഇൻ റേഞ്ച് ലെങ്ത് ഓഫ് സീക്വൻസ്. അപ്പോൾ എന്ത് കിട്ടും? ഐയുടെ വാല്യൂ എന്തായി മാറി? 0 to 7 വരെ. മനസ്സിലായി? ഫസ്റ്റ് 0, 1 to അപ് ടു 6 വരെ. എലമെൻറ്റ് ഈക്വൽ ടു സീക്വൻസ് ഓഫ് ഐ. എലമെൻറ്റിൻ്റെ വാല്യൂ എന്താണ്? സീക്വൻസ് ഓഫ് ഐ ആണ്. അപ്പോൾ ഐ എലമെൻറ്റ് എന്തായിട്ട് മാറും? ഈ ആദ്യം 1 ആകും, 2 ആകും, 3 ആകും, അങ്ങനെ ഇങ്ങനെ വരും. മനസ്സിലായില്ലേ? ഇവിടെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഇഫ് ടൈപ്പ് ഓഫ് എലമെൻറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റ്. ടൈപ്പ് ഓഫ് എലമെൻറ്റ് എന്തായിരിക്കണം? ഇൻറ്റിജർ ടൈപ്പ് ആയിരിക്കണം. ആണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി? സീക്വൻസ് ഓഫ് ഐ ഈക്വൽ ടു എലമെൻറ്റ് പ്ലസ് 4. സീക്വൻസ് ഓഫ് ഐ എന്തായിട്ട് മാറും? എലമെൻറ്റ് പ്ലസ് 4 ആയിട്ട് മാറും. മനസ്സിലായോ? ഇൻറ്റിജർ ആണെങ്കിൽ മാത്രം അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? 4 ആഡ് ചെയ്തിട്ട് വരണം. ഇത് പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട്? ആദ്യത്തെ വാല്യൂ 1 ആയിരുന്നു. സീക്വൻസ് ഓർമ്മയില്ലേ നമുക്ക്? 1 ആയിരുന്നു. അതെന്തായിട്ട് മാറി? 5 ആയിട്ട് മാറി. നെക്സ്റ്റ് 2 ആയിരുന്നു. 2 + 4 എന്തായിട്ട് 6 ആയിട്ട് മാറി. കണ്ടിട്ടില്ലേ? ഫസ്റ്റിലത്തെ സീക്വൻസ് 1, 2, 8, 100, 200 അല്ലേ? 1 + 4 എന്തായി? 5 ആയി. 2 + 4 6 ആയി. 8 + 4 12 ആയി. 100 + 4 104 ആയി. 200 + 4 204 ആയി. ബാക്കി ഇതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യുന്നില്ല? ഈ 2 കാര്യങ്ങളും ആഡ് ചെയ്യുന്നില്ല. 4 ആഡ് ചെയ്യുന്നില്ല. സോ ടൈപ്പ് ഇൻറ്റിജർ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യണം? എലമെൻറ്റ്സിൻ്റെ കൂടെ 4 ആഡ് ചെയ്യണം. സോ ദിസ് ഈസ് ദി പ്രോഗ്രാം. ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് റേഞ്ച് യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. നെക്സ്റ്റ് നോക്കാം. പിന്നെ നമുക്ക് റേഞ്ച് ഓഫ് വേറെ ലെങ്ത് ഒന്നും നോക്കാതെ റേഞ്ചിൻ്റെ കംപ്ലീറ്റ് ഫങ്ഷൻസും യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു, നോർമലി നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടായിരിക്കും? 0 ആയിട്ടായിരിക്കും എടുക്കുന്നത്. ഇപ്പോൾ റേഞ്ച് 20 എന്നാണെങ്കിൽ 0 to 19 ആണ് ആക്ച്വലി കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ നോക്കിയാൽ മതി നിങ്ങൾ. അപ്പോൾ ആദ്യം റേഞ്ച് 1. ഇപ്പോൾ സ്റ്റാർട്ടിങ് എലമെൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്തു? സ്പെസിഫൈ ചെയ്തു. 1 is the starting element and end with 20. 20 ഉണ്ടത് എവിടെ വരെയാണ്? ലാസ്റ്റ് നമ്പർ എന്താണ്? 20 ആയിരിക്കണം. ആൻഡ് ഇൻക്രിമെൻറ്റഡ് ബൈ 2. അപ്പോൾ ഓരോന്നും എന്തായിരിക്കണം? ഇൻക്രിമെൻറ്റ് ചെയ്യേണ്ടത് ഇത് വെച്ചിട്ട് 2-ലായിരിക്കും. ആൻഡ് പ്രിൻ്റ് ഐ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫസ്റ്റ് ഐയുടെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. ദെൻ 1 + 2 എന്തായിരിക്കും? 3 ആയിരിക്കും. 3 + 2 5 ആയിരിക്കും. അപ് ടു എവിടെ വരെ? 19 വരെ വരും. 19 കഴിഞ്ഞാൽ +2 എവിടെ ആയിരിക്കും? 21 ആയിരിക്കും. 21 നമ്മുടെ റേഞ്ചിൻ്റെ എന്തായിരിക്കും? ഔട്ട് ഓഫ് റേഞ്ച് ആയിരിക്കും. സോ ഇറ്റ് വോണ്ട് പ്രിൻറ്റ് ആഫ്റ്റർ 19 കഴിഞ്ഞിട്ട് എന്ത് ചെയ്യില്ല? അത് പ്രിൻ്റ് ചെയ്യില്ല. മനസ്സിലാവുണ്ടോ? അപ്പം ഇതാണ് ആക്ച്വലി റേഞ്ചിൻ്റെ ഫുൾ എലമെൻറ്റ്സും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എല്ലാ സിൻടാക്സ് കംപ്ലീറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഇതാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫോർ ഐ ഇൻ റേഞ്ച് ഓഫ് നെക്സ്റ്റ് നെസ്റ്റഡ് ഫോർ ലൂപ്സ്.
ഒരു ലൂപ്പിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, വേറൊരു ലൂപ്പ് യൂസ് ചെയ്യുക, ദാറ്റ് ഈസ് നെസ്റ്റഡ് ഫോർ ലൂപ്പ്. ഫോർ ഐ ഇൻ റേഞ്ച് 11, ഇപ്പോൾ 1 to 10 വരെ എന്ത് ചെയ്യും, റേഞ്ച് ഉണ്ടാകും. ഫോർ ജെ ഇൻ റേഞ്ച് ഐ, ഇപ്പോൾ ജെയുടെ ആണെങ്കിലോ 0 to I വരെ. പ്രിൻറ്റ് ഐ എൻഡ്, എൻഡിൽ നമ്മളെന്ത് ഒരു സ്പേസ് എൻ്റർ ചെയ്യണം, അല്ലെങ്കിൽ എൻ്റർ ക്യാരക്ടർ എൻ്റർ ചെയ്യണം. പ്രിൻറ്റ് ഇത് കഴിഞ്ഞാൽ പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ ഓരോ ക്യാരക്ടർ കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഫസ്റ്റിൽ ഒരു ലൂപ്പിനകത്ത് ഐ ലൂപ്പിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, വേറൊരു ഐ ലൂപ്പ്. അപ്പോൾ ഇതിനകത്തുള്ള സാധനങ്ങളാണ് എന്ത് ഇത് പ്രിൻ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ജെ ടൈംസ് എത്രയാണോ, ജെ 0 to റേഞ്ച് ഐ വരെ എന്ത് ചെയ്യും, ഇവിടെ പ്രിൻ്റ് ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ജസ്റ്റ് ഒരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കും. പ്രിൻ്റ് കൊടുത്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, ഒരു നെക്സ്റ്റ് ലൈനിലേക്ക് എന്ത് ചെയ്യും, പ്രിൻ്റ് ചെയ്യും. ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് എങ്ങനെയാണെന്ന് നോക്കി നിങ്ങൾ. ആദ്യം ഐയുടെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും, 0 to 11 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഐയുടെ വാല്യൂ എന്തായിരിക്കും, 0 to 1 ആയിരിക്കും, 0 to 0 ആയിരിക്കും. അപ്പോൾ ഐയുടെ വാല്യൂ 0 എന്ന് പ്രിൻ്റ് ചെയ്യണം, എന്നിട്ട് എൻഡ് ചെയ്യണം. നോക്കാം നമുക്ക്. നേരത്തെ കാണിച്ചതല്ല ഔട്ട്പുട്ട് ഇതുപോലെ ആയിരിക്കും കേട്ടോ. 0 ആദ്യത്തെ ലൈനിൽ 0 ആയിരിക്കും. നമ്മുടെ പ്രോഗ്രാം നോക്കാം നമുക്ക്. ഐയുടെ വാല്യൂ 0 ആണ്, 0 to 11 വരെയാണ്, ദാറ്റ് മീൻസ് 10 വരെയാണ് ആക്ച്വലി ചെയ്യുന്നത്. അപ്പം ജെയുടെ വാല്യൂ അപ്പം 0 to 0 വരെയാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഒരു റേഞ്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. ഐയുടെ വാല്യൂ പ്രിന്റ് ചെയ്യും, ദെൻ നെക്സ്റ്റ് ലൈനിൽ എൻഡിനകത്ത് സ്പേസ് എന്ന് പറഞ്ഞ സാധനം കൊടുക്കും, നെക്സ്റ്റ് ലൈനിലേക്ക് വരും. ഈ നെക്സ്റ്റ് ലൈനിലേക്ക് എപ്പോഴാണ് വരുന്നത്, ഈ ഒരു ലൂപ്പ് എക്സിറ്റ് ചെയ്യുമ്പോൾ മാത്രമേ പ്രിന്റ് എന്ന് പറഞ്ഞാൽ ഈ ലൈനിലേക്ക് വരും. വെറുതെ പ്രിന്റ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എന്താ ചെയ്യുക, അതൊരു എൻ്റർ ക്യാരക്ടറാണ് ആക്ച്വലി പ്രിന്റ് ചെയ്യുക. ഇവിടെ നോക്കിയപ്പോൾ ഫസ്റ്റിൽ 0 എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യും. നെക്സ്റ്റ് എന്തായിരിക്കും, ഐയുടെ വാല്യൂ നേരത്തെ പറഞ്ഞു 0 to 11 വരെ അല്ലേ. ഇപ്പൊ ജെ എന്തായിട്ട് മാറും, ജെ ഇവിടെ 0 to 1 ആയിട്ട് മാറും. ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും, 0 to 1 ആയിട്ട്. അപ്പൊ ഇവിടെ ജെ എന്തായിട്ട് പ്രിന്റ് ചെയ്യുക, 0യും 1 ആയിട്ട്. ഇവിടെ പ്രോഗ്രാമിന് തന്നെ തെറ്റുണ്ട് ആക്ച്വലി കേട്ടോ. ഇങ്ങനെ പറ്റേ നമുക്ക് ഈ പ്രോഗ്രാം ഡയറക്റ്റ് എക്സിക്യൂട്ട് ചെയ്ത് വെക്കാം. For I in range 10, അപ്പം 0 മുതൽ 10 വരെ. For J in range I, J 0 മുതൽ I വരെ. പ്രിന്റ് J and I പ്രിന്റ് ഇതാണ്. ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരെ നോക്കാം. കണ്ടോ, 0 0 1 0 1 2 0 1 3 ഇങ്ങനെ പ്രിന്റ്. ഓക്കെ, ഇനി മോഡിഫൈ ചെയ്യാം നമുക്ക്. ജസ്റ്റ് ഇവിടെ ഐ കൊടുക്കുന്നെങ്കിലോ, വൺ 1 2 2 2 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഐയുടെ വാല്യൂ 1 2 2 3 3 4 4 ഇങ്ങനെയായിരിക്കും പ്രിന്റ് ചെയ്യുക 9 വരെ. ഇത് എവിടെ വരെ കൊടുക്കാം നമുക്ക്, റേഞ്ച് 11 ആണെങ്കിലോ 11 വരെ ആയിരിക്കും പ്രിന്റ്. I 1 2 3 3 4 4 ഫുൾ ഐ തന്നെയാണ് ചേഞ്ച് ചെയ്യുന്നത്. ജെ ആയിരുന്നെങ്കിലോ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും, 1 2. അതിന്റെ ഡിഫറൻസ് മനസ്സിലായോ നിങ്ങൾക്ക്? നമ്മൾ കൊടുക്കുന്നത് ജെ ആയിരുന്നെങ്കിൽ ജെയുടെ വാല്യൂ എന്താ, ഈ ലൂപ്പിനകത്തുള്ള വാല്യൂ തന്നെയാണ്. അപ്പം ജെ 0 മുതൽ 1 ഐ വരെ, ജെ 0 to ഐ. ഫസ്റ്റില് ജെയുടെ വാല്യൂ 0 മുതൽ ഐ വരെയാണ്. മനസ്സിലാണോ? ഇത് കുറച്ചും കൂടെ ക്ലാരിറ്റി ഉള്ളൊരു ഇത് കൊടുത്തു നോക്കാം. 0 to 11, 0 to ഇവിടെ ഐ വേരിയബിൾ കൊടുക്കാതെ നിങ്ങൾക്ക് 0 to 5 ഇങ്ങനെ കൊടുക്കുക. ഇപ്പൊ ജെയുടെ വാല്യൂ എപ്പോഴും 0 to ഐ വരെയാണ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ പ്രിന്റ് ചെയ്ത് വരാൻ നോക്കാം.
0 to 4 വരെ ഇങ്ങനെ 10 പ്രാവശ്യം എന്ത് ചെയ്യും പ്രിന്റ് ചെയ്ത് വരും. ഓരോ പ്രിന്റ് ചെയ്യുമ്പോഴും എന്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഒരു സ്പേസ് പ്രിന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ലൈനിലേക്ക് എപ്പോഴാണ് വരിക? ഈ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് വരുമ്പോഴാണ് വരുന്നത്. ഓരോന്നും പ്രിന്റ് ചെയ്തിട്ട് ഒരു സ്പേസ് കൊടുക്കുന്നതാണ് ആക്ച്വലി ഇത്. ഇത് നെക്സ്റ്റ് ലൈനിൽ എന്ത് ചെയ്യും? പ്രിന്റ് ചെയ്യും. Okay. So this is the nested loop. ഇത് വൈൽ ലൂപ്പ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ തന്നെ വൈൽ ലൂപ്പ് നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാൻ പറ്റും. Thank you.